ഈ വീഡിയോയിൽ വളരെ ക്വിക്കായിട്ട് ഇറാനിൽ നടക്കുന്ന കുറച്ച് ഡെവലപ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ ഇച്ചിരി പ്രതിഷേധമൊക്കെ ഇച്ചിരി കുറഞ്ഞിരുന്ന സാഹചര്യമാണ്. പക്ഷെ ആ സാഹചര്യത്തിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇന്നലെ രാത്രി നേരം വെളുക്കുമ്പം രണ്ട് സ്ഥലത്ത് പൊട്ടിത്തെറി. ഈ രണ്ട് സ്ഥലവും ശരിക്കും IRGCയുടെ മിലിറ്ററി ആസ്ഥാന കേന്ദ്രങ്ങളായിരുന്നു. അവിടെയാണ് രണ്ട് പൊട്ടിത്തെറി സംഭവിച്ചത്. ഇതിനെ തുടർന്ന് ശരിക്കും IRGC കട്ട കലിപ്പിലായി. അങ്ങനെ പൊതുജനങ്ങൾക്ക് നേരെ തുരിതര വെടിവെക്കാൻ തുടങ്ങി. അപ്പൊ ഇതിനെ തുടർന്ന് പ്രതിഷേധം വീണ്ടും ആളിക്കത്തുകയാണ് ഇറാന്റെ ഉള്ളിൽ. ഓരോ പ്രൊവിൻസിലും നല്ല രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് രേഖപ്പെടുത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ IRGCക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇറാന്റെ പ്രതിഷേധം തുടരുന്നു. ശരിക്കും പറഞ്ഞാൽ ആളിക്കത്തുന്നു എന്ന് വേണം പറയാൻ. അപ്പൊ ഇത് റെജീം ചേഞ്ച് എത്രമാത്രം പ്രതിഷേധം ആളിക്കത്തുന്നോ അത്രമാത്രം റെജീം ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഒരു പരിധിവരെ ചില സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർ പോലീസ് ഓഫീസർ തന്നെ, അതായത് ഇറാന്റെ IRGCയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പോലീസ് ഓഫീസർ തന്നെ ആയത്തുൽ അലി ഖമനിയുടെ ഫോട്ടോ എടുത്ത് കത്തിച്ച് കളയുകയും എന്നിട്ട് ചുമരില് സ്പ്രേ പെയിന്റ് അടിക്കുകയാണ്. അതായത് ജാവേദ് ഷാ, അതായത് ഈ ഷാ ഭരണകൂടത്തിനെ അനുകൂലിച്ചുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണത്. ഈ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇറാന്റെ ഉള്ളിൽ ആളിക്കത്തുന്നു. അതാണ് മനസ്സിലാക്കേണ്ടത്. പണ്ടാണെങ്കിൽ ഷായുടെ പേരൊന്നും അവിടെ പറയാൻ പറ്റത്തില്ല, ആ രീതിയിലാണ് ഇരുന്നത്. ഇപ്പൊ നിങ്ങൾ നോക്കിക്കോളൂ, ഞാൻ ഇവിടെ ഇറാന്റെ മാപ്പ് വെക്കുന്നുണ്ട്. ഇറാന്റെ മാപ്പ് വെക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ ഇറാന്റെ സൗത്ത് ഉണ്ട്, അതേപോലെ നോർത്ത് ഉണ്ട്, നോർത്ത് വെസ്റ്റ് ഉണ്ട്, അപ്പം പിന്നെ മിഡിൽ പോർഷൻ ഓഫ് ഇറാൻ ഉണ്ട്. ഇത് ഞാൻ ക്ലിയർ ആയിട്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോഴാണ് ഏത് പോർഷനെ കുറിച്ചാണ് പറയുന്നത്, നമ്മൾ ഏത് ഭാഗത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാരണം ജിയോ പൊളിറ്റിക്സിൽ ഈ ജിയോഗ്രഫിക്കിന് വലിയ സ്ഥാനമുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ ജിയോഗ്രഫി വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അപ്പൊ ഇതിനകത്ത് സൗത്ത് ഇറാൻ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനോടും ചേർന്ന് കിടക്കുന്ന ആ ഒരു ഏരിയയാണ് സൗത്ത് ഇറാൻ എന്ന് പറയുന്നത്. അപ്പം ഈ സൗത്ത് ഇറാനിലാണ് നമ്മളുടെ ചാബഹാർ പോർട്ട് ഒക്കെ ഇരിക്കുന്നത്. ഓക്കെ ആണല്ലോ, അതൊന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിക്കൊള്ളുക. പിന്നെ സെൻട്രൽ പോർഷൻ വരുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് അതിന്റെ മുകളിൽ നോർത്ത് ഇറാൻ. ആ നോർത്ത് ഇറാൻ എന്ന് പറയുന്നതാണ് മിഡിൽ ഈസ്റ്റുമായിട്ട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങൾ. ഇറാൻ ശരിക്കും ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ്. മിഡിൽ ഈസ്റ്റുമായിട്ട് നല്ല രീതിയിലുള്ള ബന്ധമുണ്ട്. അപ്പൊ അതുകൊണ്ട് മിഡിൽ ഈസ്റ്റ് ഏഷ്യ എന്നാണ് ഇറാനെ പൊതുവേ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് ജിയോഗ്രഫിക്കലി. അതുകൊണ്ടാണ് മിഡിൽ ഈസ്റ്റ് വിഷയങ്ങൾ സംസാരിക്കുമ്പോഴും അതേപോലെ തന്നെ ഏഷ്യൻ സൈഡിലുള്ള വിഷയങ്ങൾ സംസാരിക്കുമ്പോഴും ഇറാന് വലിയ പ്രാധാന്യമുണ്ട്. ഇന്നലെ IRGC സീന ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിനകത്ത് കയറി താറുമാറായിട്ട് വെടിവെച്ച് അതിൽ നിരവധി പേര് കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. ഒരുപാട് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്, ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ആ ഹോസ്പിറ്റലിന്റെ മുന്നിൽ ആൾക്കാർ കുത്തിയിരിക്കുന്നതിന്റെ ആ ഒരു ഇമേജ് ആണ് ഞാൻ അവിടെ വെച്ചിരിക്കുന്നത്. ഇതുപോലെ പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളത് ശരിക്കും ഒരു ഭരണകൂടത്തിന് ചേർന്ന പരിപാടിയല്ല. ഇതൊക്കെ തന്നെയാണ് IRGCക്കെതിരെ പ്രതിഷേധം ആളിക്കത്താൻ ഒന്നുകൂടെ സഹായകരമാകുന്നത്. അതുപോലെ തെഹ്റാൻ ഗ്രാൻഡ് ബസാറിന്റെ ഉള്ളിൽ ആക്രമണം, തെഹ്റാൻ ഗ്രാൻഡ് ബസാറിന്റെ ഉള്ളിലും ആക്രമണം. ഈ ഗ്രാൻഡ് ബസാർ എന്നൊക്കെ പറയുന്നത് വലിയ ജനങ്ങൾ ഡേ ടു ഡേ സന്ദർശിക്കുന്ന സ്ഥലമാണ്. ആ ഗ്രാൻഡ് ബസാറിലൊക്കെയാണ് ആക്രമണങ്ങൾ നടക്കുന്നത്. പ്രതിഷേധം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഇന്ന് പ്രധാനമായിട്ടും ഒരുമാതിരിപ്പെട്ട കടകളെല്ലാം തന്നെ ഇന്ന് ഷട്ട് ഡൗൺ ചെയ്തിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇറാന്റെ ഉള്ളിൽ. അതിൽ മഷാദ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതേപോലെ ബസാറിൽ തന്നെ പ്രതിഷേധം. ഇപ്പോഴത്തെ പ്രതിഷേധങ്ങൾ എന്ന് പറഞ്ഞാൽ വെറും പ്രതിഷേധങ്ങൾ മാത്രമല്ല, ഈ വരുന്ന ആൾക്കാരെല്ലാം ഈ പ്രോ ഷാ, ഈ ഭരണകൂടത്തിനെ പ്രകോപിപ്പിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഷായുടെ പേര് പറഞ്ഞാലാണ് അവർക്ക് ഏറ്റവും കൂടുതൽ പ്രകോപനമാകുക. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പ്രകടനം നടത്തുന്ന ആൾക്കാർ ഈ പ്രോ ഷാ ഭരണകൂടം വരണം, ഒരു മൊണാർക്കി ഇവിടെ തിരിച്ചു വരട്ടെ എന്നുള്ള നിലയിലുള്ള മുദ്രാവാക്യങ്ങളാണ് ഉയർത്തുന്നത്. അപ്പൊ ഇതാണ് പ്രധാനമായിട്ട് IRGCയെ ചൊടിപ്പിക്കുന്നത്. ഇപ്പൊ IRGC പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ സൈന ഹോസ്പിറ്റലിൽ ശരിക്കും ടിയർ ഗ്യാസ് ആണ് ഫയർ ചെയ്തത്. എന്നാലും ഹോസ്പിറ്റലിൽ പോയിട്ട് ടിയർ ഗ്യാസ് ഫയർ ചെയ്യുന്നതിനാണ്. ഈ ടിയർ ഗ്യാസ് എന്ന് പറയുമ്പോഴത്തേക്കും കണ്ണിൽ അതിന് പുകയടിച്ചു കഴിഞ്ഞാൽ കണ്ണുനീര് വരത്തില്ലേ? നീറ്റിൽ എത്ര മണിക്കൂർ, എത്ര സമയത്തോളം ഈ നീറ്റിൽ നീണ്ടു നിൽക്കും? ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഏറ്റവും കൂടുതൽ പേഷ്യൻസ് ആണ്. അപ്പൊ ഈ പേഷ്യൻസിനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണോ ഈ ടിയർ ഗ്യാസ് ഫയർ ചെയ്യുന്നത്? പക്ഷേ എന്നാലും അവിടെ നല്ല രീതിയിലുള്ള അപകടം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വാർത്തകൾ വരുന്നത്. ഈ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട 2 ഫുട്ടേജസ് ആണ് ഞാനവിടെ വെച്ചിരിക്കുന്നത്. കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ ഇവർ എന്താണ് കാണിച്ചെന്നുള്ളത്. ഇതാണ് ആ ഫുട്ടേജ്. നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഏത് തരത്തിലാണ് IRGC അവരുടെ സിറ്റിസൺസ്, പൗരന്മാരോട് പെരുമാറുന്നത് എന്നാണ് ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആംനസ്റ്റി ഇന്റർനാഷണൽ ഇതിനെ കണ്ടംപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇറാന്റെ പ്രവൃത്തി ശരിയല്ല, IRGCക്കെതിരെ തന്നെയാണ് ഈ ഒരു കണ്ടംപ്നേഷൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സെൻട്രൽ തെഹ്റാൻ എന്ന് പറയുന്നത് ശരിക്കും ഇറാന്റെ സെന്റർ ഓഫ് ദ പോർഷൻ ആണ്. അപ്പൊ അവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രതിഷേധം നടക്കുന്നത്. ഈ തെഹ്റാന്റെ സെൻട്രൽ തെഹ്റാനിൽ ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റി ഫോഴ്സിനെ ഇപ്പോൾ ഡിപ്ലോയ് ചെയ്തിരിക്കുകയാണ് IRGC. കാരണം അവർക്ക് തന്നെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. ഇന്ന് രാത്രിയൊക്കെ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് ഒരു പിടുത്തമില്ലാത്ത വിഷയങ്ങളാണ്. ഇന്ന് പ്രധാനമായിട്ടും ഈ സ്റ്റുഡൻസിനോടൊപ്പം വ്യാപാരി വ്യവസായ സംഘടനയിൽപ്പെട്ട ആൾക്കാരും പങ്കുചേർന്നിട്ടുണ്ട് ഈ പ്രതിഷേധത്തിനും ഈ പ്രകടനത്തിൽ. അതുപോലെ കുറെ മാധ്യമ പ്രവർത്തകരെ ഇവർ അറസ്റ്റ് ചെയ്തതിൽ ഒരു അമേരിക്കൻ സിറ്റിസൺ ആയിട്ടുള്ള മാധ്യമ പ്രവർത്തകനെയും ഇവർ അറസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിനെതിർത്തുകൊണ്ട് അമേരിക്ക പറഞ്ഞിരിക്കുന്നത് എത്രയും വേഗം തന്നെ, എത്രയും പെട്ടെന്ന് ഈ അമേരിക്കൻ പൗരന്മാരെ റിലീസ് ചെയ്യണം എന്നുള്ളൊരു താക്കീത് അമേരിക്ക കൊടുത്തിട്ടുണ്ട് ഇറാന്. അതുപോലെ ജർമ്മൻ പാർലമെന്റിന്റെ ഉള്ളിൽ സോളിഡാരിറ്റി ആർക്കാണെന്ന് പറഞ്ഞാൽ ഈ പ്രതിഷേധകർക്ക് സോളിഡാരിറ്റി, അതായത് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും പ്രതിഷേധിക്കുന്ന ആൾക്കാർക്ക് സോളിഡാരിറ്റി പ്രഖ്യാപിക്കുന്നത്. അപ്പൊ ജർമ്മനി ഈ പ്രതിഷേധക്കാരോടൊപ്പം, അതായത് IRGC ഭരണകൂടത്തിന് എതിരായിട്ടുള്ള നിലപാടെടുത്തുകൊണ്ട് പ്രതിഷേധകരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള നിലപാടുമായിട്ട് വന്നിരിക്കുകയാണ്.
ഇത് ഇത് ജർമ്മനി മാത്രമല്ല, പല രാജ്യങ്ങൾക്കും ഇപ്പൊ ഇതാണ് നിലപാട്, വെസ്റ്റേൺ രാജ്യങ്ങൾക്ക്. അതുപോലെ തെഹ്റാനിൽ മൗലവി മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു മാർക്കറ്റ് ഉണ്ട്. ആ സ്ഥലത്തും നല്ല രീതിയിലുള്ള പ്രതിഷേധം പോയിരിക്കുന്നത്. അതിന്റെയൊക്കെ ഫുട്ടേജുകളാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. ഈ ഫുട്ടേജ് നിങ്ങൾ നോക്കി ഞാൻ മനസ്സിലാക്കാൻ പറ്റും. തെഹ്റാന്റെ മെട്രോ സ്റ്റേഷനിൽ, ഇറാനിലെ മെട്രോ സ്റ്റേഷനുള്ളിലാണ് ഈ ഒരു പ്രതിഷേധം നടക്കുന്നത്. അവിടെയും ഈ പാഹ്ലവിയെ അനുകൂലിച്ചുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ പ്രതിഷേധങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ ഇതാണ് അവസ്ഥ എന്ന് പറഞ്ഞാൽ, തെഹ്റാനിലെ സെൻട്രൽ ഇറാൻ ടൗൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൊക്കേഷൻ ഉണ്ട്. ഈ സെൻട്രൽ ഇറാൻ ടൗണിലും ഇതായിരുന്നു അവസ്ഥ. അതുപോലെ ഇറാന്റെ ഉള്ളിലുള്ള സുന്നി ക്ലെറിക്സ്, അതായത് ഇറാൻ ഒരു ഷിയ ഡോമിനേറ്റഡ് രാജ്യമാണ്. അവിടെ സുന്നികളും കുറച്ചുണ്ട്. അപ്പൊ ഈ സുന്നികളുടെ നേതാവായിട്ടുള്ള ക്ലെറിക്സിൽപ്പെട്ട ആൾക്കാരുണ്ട്. അവര് ഇതിനെതിരെ ശബ്ദം ഉയർത്തിയിട്ടുണ്ട്. കാണിക്കുന്ന പ്രവൃത്തി, IRGCയുടെ പ്രവൃത്തി ശരിയല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് അതേ പറയാൻ പറ്റൂ, അതിൽ കൂടുതൽ അവർക്കൊന്നും പറയാനില്ല എന്നുള്ളതാണ്, പറയാൻ കഴിയുകയില്ല. സ്വീഡൻ പ്രതിഷേധകർക്കൊപ്പം എന്നുള്ളതാണ് അവരുടെ നിലപാട്. സ്വീഡന്റെ പ്രൈം മിനിസ്റ്റർ തന്നെ ഓപ്പൺ ആയിട്ട് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ പ്രതിഷേധകർക്കൊപ്പമാണ്, അല്ലാതെ IRGCക്കൊപ്പമല്ല. അങ്ങനെ കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കനത്ത പ്രതിഷേധത്തിനെ തുടർന്ന് ഈ അടിയും പിടിയും വെടിവെപ്പും ഈ ബഹളത്തിന്റെ ഇടയിൽ ഇന്റർനെറ്റ് ഇറാൻ കട്ടാക്കിയിരിക്കുകയാണ്. അതായത് നോർത്ത് വെസ്റ്റേൺ ഇറാനിലാണ് ശരിക്കും ഈ തബ്രീസി ആ സ്ഥലങ്ങളൊക്കെ വരുന്നത്. നോർത്ത് വെസ്റ്റേൺ ഇറാന്റെ ഭാഗത്ത് ഇപ്പൊ ഇന്റർനെറ്റ് ഡിസ്കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ പ്രധാനപ്പെട്ട ആ ഒരു ഹൈലൈറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് ബസാറിൽ ഉണ്ടായ പ്രതിഷേധം, അതിനെ അടിച്ചമർത്താൻ ശ്രമിച്ച IRGC ഉദ്യോഗസ്ഥർ, അതിനെതിരെ വീണ്ടും നെഞ്ചുയർത്തി പോകുന്ന പ്രതിഷേധകർ, പ്രത്യേകിച്ചും സ്റ്റുഡന്റ്, അതാണ് മനസ്സിലാക്കേണ്ടത്. വിദ്യാർത്ഥികളാണ് ഏറ്റവും കൂടുതൽ മുൻനിരയിൽ നിൽക്കുന്നത്. അതിനെ തുടർന്ന് വ്യാപാര വ്യവസായ സംഘം, അതിനെ തുടർന്ന് വ്യാപാരികളും ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. അപ്പൊ അതുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു മാസ് പ്രൊട്ടസ്റ്റ് ആണ് ഇന്ന് നടന്നത്. അതായത് ജനുവരി 6-ാം തീയതി നടന്ന പ്രതിഷേധത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അങ്ങനെ ഈ പ്രതിഷേധം കലാപത്തിലോട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതിനെ അറിഞ്ഞുകൊണ്ട് IRGC കൂടുതൽ ആംഡ് ഫോഴ്സിനെ അവിടെ ഡിപ്ലോയ് ചെയ്തിരിക്കുകയാണ്, ആംഡ് ഫോഴ്സിനെ. പക്ഷേ ഇതിലൊന്നും ഒരു കാര്യമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഈ ആംഡ് ഫോഴ്സ് സിറ്റിക്കുള്ളിൽ കടന്നു വരുന്ന ആ രംഗമാണ് ഞാനിവിടെ വീഡിയോ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഈ അമേരിക്കൻ ജേർണലിസ്റ്റിനെ ഇവർ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ, മീഡിയയിൽ ക്രിട്ടിസൈസ് ചെയ്തു. എന്തിനാണ് പ്രൊട്ടസ്റ്റ് നടത്തുന്നത് ശരിയാണെന്നും ഇറാനിയൻ ഭരണകൂടത്തിന്റെ നിലപാടുകൾ, ഈ പ്രതിഷേധക്കാരോട് ഇറാനിയൻ ഭരണകൂടം എടുക്കുന്ന നിലപാട് ശരിയല്ല എന്ന് വിമർശിച്ചതിനെ തുടർന്നാണ് ഈ വ്യക്തി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ IRGC സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരും ഈ പ്രതിഷേധക്കാരും രണ്ടുപേരും നേർക്കുനേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ടു ഫേസ് ആണ് നിന്ന് ആക്രമണങ്ങൾ നടത്തുന്നത്. അതിൽ ഇവരുടെ കയ്യിൽ ഒന്നുമില്ല, അവരുടെ കയ്യിൽ തോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോ ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് നമുക്ക് വളരെ ഗ്ലൂമി ആയിട്ട് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാരണം ഈ പ്രതിഷേധിക്കാൻ പോകുന്ന ആൾക്കാർ ഇനി എന്തൊക്കെ രഹസ്യമായിട്ട് ആയുധങ്ങൾ വല്ലതും കരുതുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. ഇറാന്റെ ഉള്ളിൽ ഒരു ഗവർണർ പറഞ്ഞിരിക്കുന്നത്, ഈ പ്രതിഷേധത്തിന് പുറകിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ട്, അവർ പൈസ കൊടുത്ത് ഇൻഫ്ലുവൻസ് ചെയ്ത് ഈ പ്രതിഷേധം നടത്തുകയാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഈ പ്രതിഷേധം നടക്കാൻ കാരണം രാജ്യത്തിന് വെളിയിൽ നിന്നും ആൾക്കാർ ഫണ്ട് ചെയ്ത് ഇവരെ ഫൈനാൻഷ്യലി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. റസ പഹ്ലവി, ഈ ജാവേദ് ഷാ ഭരണകൂടം പുറത്ത് തന്നെയാണ് ഉള്ളത്. അപ്പൊ അവര് ഇൻഡയറക്റ്റ് ആയിട്ട് ഔട്ട്സൈഡിൽ, അതായത് ഓവർസീസിൽ താമസിക്കുന്ന ഇറാനിയനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കമ്മ്യൂണിറ്റി ഇവരുടെ ഇടയിലുണ്ട്. അവർ തന്നെയാണ് ഇതിന് ഫണ്ട് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പുറത്തുനിന്ന് ഫണ്ടുണ്ട്, അതില്ലാന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ എത്രമാത്രം ഫണ്ട് ഒഴിക്കിയാലും ഗവൺമെന്റ് കൃത്യമായിട്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്ത് മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഈ പ്രതിഷേധം വിജയിക്കില്ലായിരുന്നു. അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ കറൻസി മൂല്യം ഇടിഞ്ഞ് താണു കിടക്കുന്നതിന് എന്താണ് അതിനൊരു ഉത്തരം, എന്താണ് അതിനൊരു ആൻസർ? ആ ആൻസർ ഗവൺമെന്റിന് കൊടുക്കാൻ കഴിഞ്ഞാൽ തീർന്നല്ലോ. അത് കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഈ രീതിയിൽ പ്രതിഷേധം ആളിക്കത്തുന്നത്. ആദ്യം ജനങ്ങളുടെ ആവശ്യം നിറവേറ്റുക, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാം. അല്ലാതെ വെറുതെ അവിടെ ഇരുന്നുകൊണ്ട് ഫോറിൻ ഫണ്ട് ഉണ്ട്, അതുണ്ട്, ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. എല്ലാ രാജ്യങ്ങൾക്കും ചുറ്റുപാടും അവരുടെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ കോമ്പറ്റീറ്റീവ്നെസ് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പൊ ആ കോമ്പറ്റീറ്റീവ്നെസ് ഫേസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഇന്റർണൽ ഡൊമസ്റ്റിക്കലി കാര്യങ്ങൾ വൃത്തിയായിട്ട് നടക്കുന്നുവെങ്കിൽ പിന്നെ പുറത്തുള്ള ആൾക്കാരെ കുറ്റം പറയേണ്ട ആവശ്യം വരില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ മെട്രോ സ്റ്റേഷനിൽ ആക്രമണം, ബസാറുകളിൽ ആക്രമണം, സ്ട്രീറ്റുകളിൽ ആക്രമണം. സൗത്ത് ഇറാൻ മാത്രമാണ് കുറച്ച് സേഫ് ആയിട്ടുള്ളത്. ബാക്കി നോർത്ത് വെസ്റ്റ്, മിഡിൽ, തെഹ്റാൻ ഈ ഏരിയകൾ കംപ്ലീറ്റ് താറുമാറായിട്ട് നടക്കുകയാണ് ആക്രമണം. ഇതിനകത്ത് നമ്മൾ കൂടുതലും മറ്റുള്ള വിഷയങ്ങൾ ഉൾപ്പെടുത്താതെ ഇറാന്റെ വിഷയങ്ങൾ മാത്രമാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. കൃത്യമായിട്ട് ഇറാനിൽ ഇപ്പൊ എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് വീഡിയോ ചെയ്തത്. തീർച്ചയായിട്ടും ഇതിലുള്ള ഫൂട്ടേജസ് എല്ലാം നിങ്ങൾ കണ്ടുപോവുക. ഇറാന്റെ യഥാർത്ഥ ചിത്രം, ജനുവരി 6-ാം തീയതി എന്താണ് സംഭവിച്ചത് എന്നുള്ള ഫുൾ ബ്ലൂ പ്രിന്റ് ഞാനിപ്പോൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.